നമസ്കാരം, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. മഴക്കാലമാണ്, പനിമരണങ്ങളൊക്കെ ഒരുപാട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ അതൊരു വലിയ പ്രശ്നമായിട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണം, പരിഹാരം എന്നുള്ള കാര്യങ്ങളൊക്കെ കുറിച്ച്. മഴക്കാലത്ത് നമ്മൾ സ്ഥിരം കാണാറുള്ള മറ്റൊരു അസുഖമാണ് ജലദോഷവും. മൂക്കുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം അസുഖങ്ങൾ കാണാറുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ മൂക്കിൻ്റെ ഒരു പ്രവർത്തനം എന്താണ്? എന്തുകൊണ്ടാണ് ഈ മഴക്കാലമൊക്കെ ആകുമ്പോൾ അസുഖങ്ങൾ വരുന്നത്? എന്തെല്ലാം അസുഖങ്ങളാണ് മൂക്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്? ഇതെല്ലാം ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് എറണാകുളം സിറ്റി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ENT സർജനായ ഡോക്ടർ സായിറാം ഭരതൻ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ, ഇപ്പം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. H1N1 ഒക്കെ പോലത്തെ. പലപ്പോഴും ഇത് നോക്കുമ്പോൾ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന അസുഖങ്ങളാണല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഈ മൂക്കിനെ സൗന്ദര്യത്തിൻ്റെ ഒരു കാര്യത്തിലൊക്കെ മൂക്ക് നോക്കും. ഒന്ന് മൂക്ക് അടയുമ്പോഴാണ് മൂക്കിനെ കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ. മൂക്കിൻ്റെ ഒരു ഫങ്ഷൻ എന്താണ്? ശരിക്കും മൂക്കിൻ്റെ ഫങ്ഷൻ എന്ന് പറയാൻ നമ്മളത് റിലേറ്റ് ചെയ്യുന്നത് ദ സെൻസ് ഓഫ് സ്മെൽ. മൂക്കിന് 3 ഫങ്ഷൻസാണ് ഉള്ളത് പ്രധാനം. ഒന്ന് ഹ്യൂമിഡിഫിക്കേഷൻ, അതായത് കോൾഡ് ആൻഡ് ഡ്രൈ എയർ ശ്വാസകോശത്തിൽ എത്തുന്നതിനേക്കാൾ മുമ്പേ ഹ്യൂമിഡിഫൈ ചെയ്യണം. 2, അത് ഹീറ്റ് ചെയ്യണം. അത് ഹീറ്റ് ചെയ്യുന്നത് രണ്ടാമത്തെ ഫങ്ഷൻ. മൂന്നാമത്തത് ഇറ്റ് ഓൾസോ അത് ഇതിൽ പല അണുക്കളെയും അത് നശിപ്പിക്കാൻ സഹായിക്കുന്നു മൂക്ക്. ഈ 3 ഫങ്ഷൻസാണ് പ്രധാനപ്പെട്ട ഫങ്ഷൻസ്. അതായത് നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ ഉണ്ടാകുന്ന അണുക്കളെ, എയറിലുള്ള അണുക്കൾ പലതിനെയും ഈ മൂക്കിൻ്റെ അകത്തുള്ള ചില മെക്കാനിസംസ് ഉണ്ട്, ഇമ്മ്യൂൺ മെക്കാനിസംസ്, അത് ഈ അണുക്കളെയൊക്കെ കൊല്ലാൻ സഹായിക്കുന്നു. അപ്പോൾ 3 ഫങ്ഷൻസ് ആണ് യഥാർത്ഥത്തിലുള്ളത്. പ്രധാനപ്പെട്ട 3 ഫങ്ഷൻസ്. പിന്നെയാണ് ഓൾഫാക്ഷൻ. ഓൾഫാക്ഷൻ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ബാധിക്കുന്ന ഒരു ഫങ്ഷൻ. അത് മാത്രമല്ല ചില ഡേഞ്ചർ, ഇപ്പോൾ എവിടെയെങ്കിലും ഒരു കരിഞ്ഞത് മണക്കുന്നതോ അങ്ങനെ, ഇറ്റ് ക്യാൻ ഓൾസോ ബി എ ലൈഫ് സേവിങ് തിങ്. നമ്മൾ ആദ്യം ആ സ്മെല്ല് കൊണ്ടാണല്ലോ നമ്മൾ തിരിച്ചറിയുക എന്നാൽ ഡേഞ്ചർ ഉണ്ടെന്നുള്ളത്. പിന്നെ ക്വാളിറ്റി ഓഫ് ലൈഫ്, ഈ സെൻസ് ഓഫ് സ്മെൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭക്ഷണത്തിൻ്റെ സ്വാദ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ക്വാളിറ്റി ഓഫ് ലൈഫിനെയും അത് സഹായിക്കുന്നതാണ്. ഡോക്ടർ, പലപ്പോഴും മൂക്കിൽ നമ്മൾ മരുന്നൊഴിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ വായിൽ അതിൻ്റെ ടേസ്റ്റ് വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എന്താണ് ആ ഒരു റിലേഷൻ? മൂക്കിലൊഴിക്കുന്ന മരുന്ന് സ്വാഭാവികം നാച്ചുറലി അത് വായിലേക്കാണ് പോവുക. മൂക്കിൻ്റെ ക്യാവിറ്റി, അതിൻ്റെ ഫ്ലോറ് ഒരു ചെറിയൊരു ടിൽറ്റ് ഉണ്ട് പുറകിലോട്ട്. അപ്പോൾ മൂക്കിൻ്റെ ഫിസിയോളജി പ്രകാരം മൂക്കിൻ്റെ അകത്തുണ്ടാവുന്ന മ്യൂക്കസും ഈ ഒഴിക്കുന്ന മരുന്നുകളൊക്കെ നാച്ചുറലി അത് പുറകിലോട്ട് വായിലോട്ടാണ് പോവുക. അപ്പോൾ അത് മൂക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫങ്ഷനാണ് മ്യൂക്കോസീലിയറി മെക്കാനിസം എന്ന് പറഞ്ഞാൽ. അതായത് മൂക്കിലുണ്ടാവുന്ന മ്യൂക്കസ് നാച്ചുറലായിട്ട് ചില സീലിയ എന്ന് പറഞ്ഞാൽ ചെറിയ മുടികൾ പോലെ വളരെ മൈക്രോസ്കോപ്പിക് സീലിയ ഉണ്ട് മൂക്കിൻ്റെ മ്യൂക്കോസയിൽ. മൂക്കിൻ്റെ സ്കിൻ കവറിങ്ങിനാണ് നമ്മൾ മ്യൂക്കോസ എന്ന് പറയുന്നത്. അതിലുണ്ടാകുന്ന ഈ സീലിയ നാച്ചുറലായിട്ട് ഈ ഉണ്ടാകുന്ന മ്യൂക്കസിനെ തള്ളി മൂക്കിൻ്റെ പുറം വശത്തേക്ക് കൊണ്ടുവന്നു. അത് പിന്നെ നമ്മൾ വിഴുങ്ങി കൊണ്ടുവന്നു. അതാണ് നോർമൽ മ്യൂക്കോസീലിയറി മെക്കാനിസം. ആ ഒരു നോർമൽ മ്യൂക്കോസീലിയറി മെക്കാനിസത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ നേസൽ ഹെൽത്ത്. ഈ മ്യൂക്കോസീലിയറി മെക്കാനിസം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ നേസൽ കാവിറ്റി വിൽ ബി റിലേറ്റീവ്ലി ഹെൽത്തി. അങ്ങനെയാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം മരുന്ന് ഒഴിച്ചാലും നാച്ചുറലി ആ രീതിയിൽ തന്നെയാണ് താഴത്തോട്ട് പോവുക. ഇപ്പോൾ ഡോക്ടർ, മഴക്കാലത്ത് പെട്ടെന്ന് തന്നെ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു കാഴ്ചയാണ് മൂക്ക് അടപ്പും ജലദോഷവും ഒക്കെ ആയിട്ട്. എന്താണ് സംഭവിക്കുന്നത്? ഈ മഴ നനഞ്ഞാൽ പെട്ടെന്ന് മൂക്കടയുന്ന ആളുകളുണ്ട്. ചിലർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഒരു പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ മ്യൂക്കോസീലിയറി മെക്കാനിസം, അത് 2 ഡിപ്പെൻസ് ഓൺ 2 തിങ്സ്. ഒന്ന് ഈ പറഞ്ഞ സീലിയ, ഈ മൈക്രോസ്കോപ്പിക് ഹെയർ ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊന്ന്, അതിൻ്റെ ആക്ഷൻ നോർമലായിരിക്കണം. 2, ഈ ഉണ്ടാവുന്ന മ്യൂക്കസ് അതും ഒരു പ്രത്യേക അളവിൻ്റെ അത്രേ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പോൾ ഈ സീലിയറി ആക്ഷൻ കുറയാനുള്ള കാരണങ്ങൾ, ഒന്ന് ഈ സഡൻ വേരിയേഷൻ ഇൻ ടെമ്പറേച്ചർ, തണുപ്പ് ഇതിലത് കുറയാം, സീലിയറി ആക്ഷൻ കുറയാം. അതേസമയത്ത് മ്യൂക്കസ് സെക്രീഷൻ കൂടുതലുണ്ടാകാം. അപ്പോൾ ഈ 2 ഫാക്ടേഴ്സ് ഒരുമിച്ച് വരുമ്പോൾ ഒരു തടസ്സം ഉണ്ടാകും. വേറെ രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഈ മഴക്കാലം അല്ലെങ്കിൽ തണുപ്പിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ അറ്റ്മോസ്ഫിയർ ഈ ടെമ്പറേച്ചർ കുറയാണല്ലോ. ടെമ്പറേച്ചർ കുറയുമ്പോൾ നമ്മുടെ മൂക്കിൻ്റെ പ്രവർത്തനം അത്രയും കൂടണം. അപ്പോൾ ഈ ടെമ്പറേച്ചർ ഒരു സർട്ടൺ ലെവൽ വാം ചെയ്തിട്ടാണ് നമ്മൾ ലങ്സിലേക്ക് വിടുക. അപ്പോൾ ഈ എയറിൻ്റെ തണുപ്പ് കൂടുന്തോറും മൂക്കിൻ്റെ പ്രവർത്തനം അത്രയും കൂടണം. ഈ പ്രവർത്തനം എങ്ങനെയാണ് കൂടുക? ഈ മൂക്കിൻ്റെ അകത്തേക്കുള്ള രക്തസ്രാവകം, ബ്ലഡ് സർക്കുലേഷൻ കൂടണം. അതായത് മൂക്കിൻ്റെ അകത്ത് നാച്ചുറലായിട്ട് ഒരു കഞ്ചഷൻ വരണം. അതാ നെർവസ് സിസ്റ്റത്തിൻ്റെ ഒരു ഫങ്ഷനാണത്.
അപ്പോൾ ആ കൺജഷൻ വന്ന് മൂക്കിൻ്റെ അകത്ത് കൺജഷൻ വരുമ്പോഴാണ് ഈ ശ്വസിക്കുന്ന വായു കൂടുതൽ കോണ്ടാക്റ്റ് വരും ഈ മൂക്കിൻ്റെ മ്യൂക്കസായിട്ട്. അപ്പോൾ അത് ആ മ്യൂക്കസ് ഇവാപ്പറേറ്റ് ചെയ്ത് ആ ഹ്യൂമിഡിഫൈഡ് ആൻഡ് മാറ്റും എന്നിട്ട് അത് ഹീറ്റ് ചെയ്തിട്ടാണ് അകത്തോട്ട് വിടുന്നത്. അപ്പോൾ ഈ തണുപ്പ് കൂടുന്തോറും പ്രവർത്തനം കൂടുതൽ. അപ്പോൾ പ്രവർത്തനം കൂടുതൽ മാനിഫെസ്റ്റ് ചെയ്യുക കൺജഷൻ ആയിട്ടാണ്, നേസൽ കൺജഷൻ ആയിട്ടാണ്. അപ്പോൾ ഡോക്ടർ, നമ്മളിപ്പോൾ ഈ തണുപ്പ് രാജ്യങ്ങളിലൊക്കെ ജീവിക്കുമ്പോൾ നമ്മളിപ്പോൾ ആദ്യമായിട്ട് അവിടെ പോകുമ്പോൾ കുറേ ദിവസത്തേക്ക് നമുക്ക് ഓക്സിജൻ ലെവൽ കുറയുന്ന പോലെ ഭയങ്കര ഒരു സഫോക്കേഷനൊക്കെ ഫീൽ ചെയ്യും. പക്ഷെ സ്ലോലി അത് പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. പിന്നെ നമ്മൾ അതുമായിട്ട് അതപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ്. അതായത് ഞങ്ങളിപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ നമ്മുടെ നേസൽ പാസേജ് ഞങ്ങൾ പാരമ്പര്യമായിട്ടും നമ്മൾ വി ആർ യൂസ് ടു ദിസ് ടെമ്പറേച്ചർ ആൻഡ് ദിസ് ഹ്യൂമിഡിറ്റി. പെട്ടെന്ന് ഞങ്ങൾ അങ്ങോട്ട് ചെല്ലും ബോഡി അതെ ഇറ്റ് വിൽ ഗെറ്റ് അക്കസ്റ്റം ടു ദാറ്റ്. പക്ഷേ അത് ചിലപ്പോൾ കുറച്ച് ടൈം എടുക്കും മാത്രമേ ഉള്ളൂ. എവറിത്തിങ് ഹാസ് ടു ഡു വിത്ത് ആ നേസൽ ഫങ്ഷൻ, ഈ ഹ്യൂമിഡിഫിക്കേഷൻ ആൻഡ് ഹീറ്റിംഗ്. അപ്പോൾ അതിനു വേണ്ടി ഈ കൺജഷൻ കൂടും കുറയും. ഡോക്ടർ, ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ, നമസ്കാരം. ഡോക്ടർ ലൈവാണ്, ചോദിച്ചോളൂ. സാറിനോട് ചോദിക്കാനായിരുന്നു മാഡം, രോഗത്തെ പറ്റി അറിയാനായിട്ടാ. മുൻകരുതൽ അതിന് എടുക്കണം. എന്താ അസുഖത്തിനെ പറ്റിയാ? ഈ മഴക്കാല രോഗത്തെ പറ്റി പറയാനല്ലോ. മഴക്കാലത്ത് നമുക്ക് പനിയും വിഷയങ്ങളൊക്കെ പറ്റിയല്ലയോ. മൂക്കിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ, നമ്മൾ ജലദോഷമൊക്കെ ഉണ്ടാവില്ലേ, ഇൻഫെക്ഷൻസ് ഒക്കെ. അപ്പൊ എന്താ അറിയേണ്ടത്? അങ്ങനത്തെ അസുഖത്തിനെ കുറിച്ചാണോ? വന്നാൽ എന്ത് ചെയ്യണം? പിന്നെ മൂക്കിലൊന്നുമില്ല, എനിക്ക് ഇനി ചെവിക്ക് വേദനയോട് ഞാൻ ഒരു വാൽവിന്റെ സർജറി ഒക്കെ കഴിഞ്ഞിരിക്കുക. അപ്പൊ എനിക്ക് പനിയുള്ളവരെ അതിലൊക്കെ തൊരാതെ ചുമച്ചാൽ ഉടനെ എനിക്ക് പനി കൊള്ളുക. ഇപ്പൊ 1 വർഷമായി ഓപ്പറേഷൻ കഴിഞ്ഞിട്ട്. ഡോക്ടർക്ക് ചോദ്യം അറിയാനായിരുന്നു. വാൽവിന്റെ ശസ്ത്രക്രിയ കഴിഞ്ഞ ഒരാളാണ്. അപ്പോൾ ചെവിയുടെ ഓപ്പറേഷനും കഴിഞ്ഞിട്ടുണ്ട്. ചെവിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞെന്നാണോ പറഞ്ഞത്? അല്ല സാറേ, ഹാർട്ടിന്റെ വാൽവിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ പനിയുള്ളവരെ അയലോക്കത്തൂടെ പോയാൽ എനിക്ക് പനിയാ. അപ്പൊ ചെവിയുടെ കാര്യം വല്ലതും പറഞ്ഞു മതി, എനിക്ക് ഉടനെ പനി കൊള്ളുക. പനി വരുന്നു. അത് തുമ്മലൊക്കെ ഉണ്ടോ? അലർജിയുടെ ലക്ഷണങ്ങളുണ്ടോ? തുമ്മല്, മൂക്കടപ്പൊക്കെ വരാറുണ്ടോ? തുമ്മൽ ഇല്ല. ഈ അച്ചാറുകളെ കൂട്ടുമ്പോ ഈ കണ്ണി ചോറിഞ്ഞ് ഇങ്ങനെ കണ്ണിക്കൂടെ വെള്ളം കൊടുക്കും, അന്നേരം തുമ്മും. അത് ചില സമയത്തേ ഉള്ളൂ അല്ലേ? അലർജി പോലെ. അലർജി. അപ്പോൾ 2 തരത്തിലുള്ള സിറ്റുവേഷൻസ് ഉണ്ട് മൂക്കിൽ. ഒന്ന് ഈ പറഞ്ഞ അലർജി കൊണ്ടുണ്ടാകുന്ന അലർജിക് റൈനൈറ്റിസ്. ഇല്ലാത്ത വേറൊരു തരം ഇത് പറയുന്നത് ചിലപ്പോൾ വേസോ മോട്ടോർ റൈനൈറ്റിസ്, അതായത് നോൺ അലർജിക് റൈനൈറ്റിസിൽ വരും. അപ്പോൾ ഇതുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ മൂക്കിൻ്റെ ലൈനിങ്സ് ഇൻഫ്ലെയിംഡ് ആകാം. മൂക്കിൻ്റെ ലൈനിങ്സ് ഇൻഫ്ലെയിംഡ് ആകുമ്പോൾ എന്ത് പറ്റും? ഞാൻ ഈ പറഞ്ഞ 2 ഫാക്ടേഴ്സും എഫക്റ്റഡ് ആവും. ഒന്ന്, ഈ സീലിയറി ആക്ഷൻ കുറയും. 2, മ്യൂക്കസിൻ്റെ പ്രൊഡക്ഷൻ കൂടും. അപ്പോൾ എന്ത് പറ്റും? കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, അതായത് ഈ ആക്ഷനൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ മൂക്കൊലിപ്പും നേസൽ കൺജഷനൊക്കെ വരുന്നത്. മറ്റൊരു കാര്യം, ചെവിയുടെ കാര്യം പറഞ്ഞത്, ഈ ചെവിയുടെ അകത്തുനിന്നൊരു ട്യൂബ് വരുന്നുണ്ട്. ചെവിയുടെ അകത്തുള്ള പ്രഷർ ഈക്വലൈസ് ചെയ്യാനുള്ളൊരു ട്യൂബ് വന്ന് തുറക്കുന്നത് മൂക്കിൻ്റെ പുറം വശത്താണ്. യൂസ്റ്റേഷൻ ട്യൂബ് എന്ന് പറയും. അപ്പോൾ ഈ മൂക്ക് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മൂക്കിൻ്റെ എല്ലാ പ്രോബ്ലംസും ക്യാൻ ഓൾസോ മാനിഫെസ്റ്റ് ആസ് ഇയർ ഡിസീസ്. ചെവി വേദന വരാം. പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ അത് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ചെവിയിൽ ഇൻഫെക്ഷനായിട്ട് മാറാം. ഈ ഇൻഫെക്ഷൻ ഒരു പ്രധാന ലക്ഷണം തന്നെയാണ്. ഇൻഫെക്ഷൻ. അപ്പോൾ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ അലർജി അല്ലാത്ത, അലർജിയാണ് കോമണസ്റ്റ് ആയിട്ട് നമ്മൾ കാണുന്നത് മൂക്കിൻ്റെ. പിന്നെ ഉള്ളത് ഇൻഫെക്ഷൻ. മഴക്കാലത്ത് ഈ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് വളരെ അധികം ഇതാണ്. അപ്പോൾ ഇൻഫെക്ഷൻ വന്നാൽ വീണ്ടും ഇതാണ് ഉണ്ടാവുക, ഇൻഫ്ലമേഷൻ. അതുകൊണ്ടുണ്ടാവുന്ന ദ ലോസ് ഓഫ് നേസൽ ഫങ്ഷൻ. അതുകൊണ്ടാണ് ഇത് പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള തുടരുന്നു. ഡോക്ടർ, നമ്മുടെ ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ ഹലോ, നമസ്കാരം. ഡോക്ടർ ലൈവ് ആണ്, സംസാരിച്ചോളൂ. എനിക്ക് ചെറുതായിട്ട് ചെറിയൊരു മഴ ഞാൻ വന്നു കഴിഞ്ഞ തുമ്മല് തുടങ്ങുമ്പോ തന്നെ തുമ്മല്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ് മാറി. പിന്നെ ആ സമയത്ത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് കുളിക്കുകയാണെങ്കിൽ പിന്നെ ചുമ പെട്ടെന്ന്. എത്ര വയസ്സുള്ള ആളാ? എനിക്ക് 50 വയസ്സുണ്ട്. ഇദ്ദേഹത്തിന് മഴ വന്നു കഴിഞ്ഞാൽ എല്ലാത്ത സമയത്ത് തുമ്മല്, മൂക്കടപ്പൊക്കെ വരാറുണ്ട്? എല്ലാ സമയത്തും ചില സമയങ്ങളിൽ തുമ്മല് കുറെ സമയം നിൽക്കും. എല്ലാ ദിവസവും ഇല്ല. അത് കുളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുമ എന്ന് പറഞ്ഞാൽ മിക്കപ്പോഴും തന്നെ ഉണ്ട്. ഇത് രാവിലെയാണോ വൈകിട്ടാണോ? അത് കുളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇല്ല. കുളിക്കുന്ന ടൈമിൽ ചുമ ഉണ്ട്. ഇത് രാവിലെയാണോ വൈകിട്ടാണോ, ഉച്ചക്കാണോ വൈകിട്ടാണോ കൂടുതൽ?
ഒരു 10 നമ്മളിപ്പോ രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു 10 മണിയോടെയൊക്കെ ആവുമ്പോഴാണ് രാവിലെ കുളിക്കുന്നത്, അന്നേരമാണ് കൂടുതൽ. ഓക്കെ. ഇത് എന്തുകൊണ്ടായിരിക്കും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? ഇതും എഗൈൻ ഇതിന് എക്സ്പ്ലനേഷൻ അലർജിയാണ് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ. ഈ അതുകൊണ്ട് പലരും ഈ രാവിലെ എഴുന്നേറ്റ് സ്ഥിരം ഇങ്ങനെ തുമ്മലാണ്. അതെ, അലർജി കൊണ്ടാണ്. എന്ത് ചെയ്യണം ഇവര്? അലർജി എന്ന് പറഞ്ഞാൽ ഈ മെഡിക്കേഷനേക്കാളും പ്രധാനം ഫസ്റ്റ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ്. അതായത് നമ്മൾ താമസിക്കുന്ന സ്ഥലം, നമ്മുടെ റൂം. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ഫേസ് കോണ്ടാക്ട് വരുന്നത് നമ്മുടെ ബെഡായിട്ടാണ്, ബെഡും പില്ലോ ആണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മളത് അത്ര ശ്രദ്ധിക്കാറില്ല. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, ഓഫീസിൽ പോകുന്നു, വൈകിട്ട് വരുന്നു, അതേ ബെഡിൽ കിടന്നുറങ്ങുന്നു. അപ്പോൾ ശരിക്കും ഞങ്ങൾ ചെയ്യേണ്ടത് എഴുന്നേറ്റ ഉടനെ ആ ബെഡും പില്ലോവും പ്രൊട്ടക്റ്റ് ചെയ്യണം വിത്ത് ആൻ അഡീഷണൽ കവറിങ്. നമ്മൾ വീണ്ടും ആ കിടക്കാൻ വരുന്ന സമയത്ത് മാത്രമേ അത് എടുക്കാൻ പാടുള്ളൂ. സെക്കൻഡ് തിങ്, എപ്പോഴും നനച്ച് തുടക്കണം, അല്ലാണ്ട് വെറുതെ ഡസ്റ്റിങ് മാത്രമല്ല, റൂം ഫുൾ നനച്ച് തുടക്കണം. ഫാൻ പൊടിയൊന്നും എവിടെയും കളക്ട് ചെയ്യരുത്, പ്രത്യേകിച്ച് നമ്മുടെ ഫേണിച്ചറിലൊക്കെ ചില സ്ഥലത്ത് പൊടി കളക്ട് ചെയ്യും, അത് പാടില്ല. പിന്നെ കാർപ്പറ്റ്സ് ഇതൊക്കെ അവോയ്ഡ് ചെയ്യണം. ഇങ്ങനത്തെ ബേസിക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ് ആദ്യം ചെയ്യേണ്ടത്. എന്നിട്ടും ഇത് പെർസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് സിംറ്റമാറ്റിക് ആയിട്ട്, അതായത് നമുക്ക് ഇപ്പോൾ ഈ വെറും സിംറ്റംസ്, ഈ തുമ്മൽ ഒഴിവാക്കാൻ വേണ്ടി നമുക്കൊരു ഷോർട്ട് ഇതായിട്ട് നമുക്ക് മെഡിക്കേഷൻസ് ഉണ്ട്, അലർജിക്ക് വേണ്ടിയിട്ടുള്ള ടാബ്ലറ്റ്സ് ഉണ്ട്. ഇതാണ് നമ്മൾ ആദ്യം ചെയ്ത് കൊടുക്കുക. അതുകൊണ്ട് റെസ്പോണ്ട് ചെയ്തില്ലെങ്കിലാണ് പിന്നെ മാനേജ്മെൻറ്റ് ഓഫ് അലർജിക് റൈനൈറ്റിസിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് നമ്മൾ കടക്കുന്നത്. ഓക്കെ. ഈ മൂക്കുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു അസുഖമാണ് സൈനസൈറ്റിസ്. എന്താണ് ഈ അസുഖം? സൈനസൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഈ മൂക്കിൻ്റെ ചുറ്റും അറകളുണ്ട്, ഈ സ്കള്ളിൻ്റെ അകത്ത്. ഈ അറകളൊക്കെ മൂക്കിലേക്ക് വന്ന് ഒരു സ്ഥലത്താണ് വന്ന് തുറക്കുന്നത്. മൂക്കിൻ്റെ സൈഡിൽ ഒരു മിഡിൽ ടർബനറ്റ് എന്നുള്ള ഒരു ഓർഗൻ്റെ അടിയിലാണ് വന്ന് ഇത് തുറക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഇൻഫ്ലമേഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ, അലർജിയൊക്കെ ഉണ്ടാകുമ്പോൾ എന്ത് പറ്റും, ഈ മ്യൂക്കോസൽ ലൈനിങ്സ് നീര് വെക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ ഓപ്പണിങ്സ് വളരെ ചെറുതായിരിക്കും. ചെറിയൊരു നീര് വരുമ്പോൾ ഇത് അടഞ്ഞു പോകും. അപ്പോൾ ഉണ്ടാകുന്ന എന്താണ്, ഈ മ്യൂക്കസ് എന്ന് പറഞ്ഞില്ലേ, അത് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഒരു ക്വാർട്ടർ മ്യൂക്കസ് ആണ് 24 hours ഉണ്ടാവുക മൂക്കിൽ. അപ്പോൾ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് ഈ സൈനസിൻ്റെ അകത്തുനിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന മ്യൂക്കസിന് പുറത്ത് വരാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? ഈ അലർജി കൊണ്ടോ ഇൻഫെക്ഷൻ കൊണ്ടോ ഇത് അടഞ്ഞു പോയത് കൊണ്ട്. അപ്പോൾ ഇത് ശരീരത്തിൽ ഏത് അൺനെസസറി ആയിട്ട് എന്ത് കെട്ടിക്കിടന്നാലും എന്ത് പറ്റും, ഇറ്റ് ഗെറ്റ്സ് ഇൻഫെക്റ്റഡ്. അതുപോലെ മ്യൂക്കസ് ഇവിടെ ഒബ്സ്ട്രക്റ്റഡ് ആയിട്ട് കിടന്നാൽ അത് ഇൻഫെക്റ്റഡ് ആവുന്നു. അതാണ് സൈനസൈറ്റിസ് ആയിട്ട്. പ്രത്യേകിച്ച് ഈ കുറച്ച് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി കാണാം, അതായത് ഡയബറ്റിസ് ഉള്ളവർക്ക് അല്ലെങ്കിൽ വേറെ മറ്റ് ഇമ്മ്യൂണിറ്റീനെ ബാധിക്കുന്ന അസുഖങ്ങൾക്കുള്ളവർക്കൊക്കെ ഇത് അധികമായിരിക്കും. ഡോക്ടർ, നമ്മുടെ ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നു. ഹലോ, മലപ്പുറത്തു നിന്നാണ്. ചോദിച്ചോളൂ. എന്ത് മഴക്കാലത്ത് എന്താണ് രോഗത്തിന് പറ്റും, ജലദോഷത്തിന് പറ്റും പറയും കേൾക്കാണെന്ന്. ചോദിച്ചോളൂ, എന്താ സംശയം എന്ന് ചോദിക്കൂ. ജലദോഷം വരുന്നതിനെ കുറിച്ചാണോ? ജലദോഷത്തിനെ പറ്റിയാണ്. എന്താണ് ഇടയ്ക്കിടയ്ക്ക് ജലദോഷം വരുന്നുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ജലദോഷം വരും, മൂക്കിന്ന് ഇങ്ങനെ വെള്ളം ഒലിക്കുക, തുമ്പല് ഇതൊക്കെയാണ്. പിന്നെ ശരീരത്തിലൊക്കെ ഇങ്ങനെ ചൊറിച്ചില് വരിക. എത്ര വയസ്സുള്ള ആളാ? 40 വയസ്സ്. 40 വയസ്സേ ഉള്ളൂ അല്ലേ? ഡോക്ടർ, എന്തുകൊണ്ടായിരിക്കും തുടങ്ങിയിട്ട്? മരുന്ന് കഴിക്കുമ്പോ അപ്പുറം നിൽക്കും, പിന്നെ അതേമാതിരിക്ക് പൊന്തും. മഴക്കാലത്താണ് കൂടുതൽ ഉണ്ടാകുന്നത്, ശരീരത്തിലൊക്കെ ഇങ്ങനെ ചൊറിച്ചില് വരുന്നത്. ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ അലർജിയാണ്. അലർജി, ഇപ്പം അലർജിയുടെ മാനിഫെസ്റ്റേഷൻസ് ഓരോ ഓർഗണിലും ഓരോ രീതിയിലാണ്. മൂക്കിൽ മാനിഫെസ്റ്റ് ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന തുമ്മൽ, മൂക്കടപ്പ്, കഫക്കെട്ടൊക്കെ വരുന്നത്. അത് കണ്ണിലാണെങ്കിൽ അത് വേറെ രീതിയിൽ, ലങ്സിൽ ശ്വാസകോശത്തിൽ വരുമ്പോൾ അത് ഈ പറഞ്ഞ പോലെ ആസ്മ അങ്ങനെയൊക്കെ വരാം. സ്കിന്നിൽ വരുമ്പോൾ എക്സീം, അങ്ങനെ ഓരോ ഓർഗണിലും ഓരോ മാനിഫെസ്റ്റേഷൻസ് ആണ് അലർജി. അത് മൂക്കിലുള്ള ഇപ്പോൾ അവർ പറഞ്ഞതുപോലെ തടിച്ച് പൊന്തുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പം ബേസിക്കലി ഷീസ് അലർജിക്. ഇതുപോലെ സംഭവിക്കുന്ന വെച്ചാൽ റിക്കറൻ്റ് ആയിട്ട് മരുന്ന് കഴിച്ചിട്ടും അത് മാറുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ലോങ് ടേം മാനേജ്മെൻറ്റിലേക്ക് കടക്കണം. ഓക്കെ ഡോക്ടർ, ഇപ്പം സൈനസ് അടഞ്ഞു പോകുമ്പോൾ ഉള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞു. എങ്ങനെയാണ് നമ്മളിത് ലക്ഷണങ്ങൾ കൊണ്ട് മനസ്സിലാക്കുക? ഒന്ന് സിംറ്റംസ്, അതായത് ഒരു പേഷ്യൻറ്റ് വരുമ്പോൾ ഞങ്ങളോട് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അവരുടെ കംപ്ലയിൻറ്റ്. ഒന്ന് യൂഷ്വലി മൂക്കടപ്പ്, നേസൽ ഒബ്സ്ട്രക്ഷൻ. 2 നേസൽ ഡിസ്ചാർജ്, അതായത് മൂക്കിന്ന് കഫം അല്ലെങ്കിൽ വെള്ളം വരും. 3 തലവേദന. 4 ചിലപ്പോൾ അതിൻ്റെ കൂടെ പനിയും ശരീരം വേദനയും ഒക്കെ ഉണ്ടാകും.
ഈ തലവേദന നമ്മൾ പല കാരണങ്ങൾ കൊണ്ട് തലവേദന ഉണ്ടാവില്ല. ഇപ്പോൾ ഈ സൈനസൈറ്റിസിൻ്റെ തലവേദനയ്ക്ക് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? സ്ഥിരമായി വരികയോ? അതെ, സൈനസൈറ്റിസിൻ്റെ തലവേദന എന്ന് പറഞ്ഞാൽ യൂഷ്വലി അത് ഈ പറഞ്ഞ സൈനസിൻ്റെ ബാക്കി സിംറ്റംസിൻ്റെ കൂടെ ആയിരിക്കും വരാം. അതായത് ഈ തലവേദനയുടെ കൂടെ മൂക്കടപ്പ് ഉണ്ടാകാം, മൂക്കിന്ന് നേസൽ ഡിസ്ചാർജ്, മൂക്കിന്ന് കഫം വരുന്നുണ്ടാകാം. പിന്നെ മറ്റൊരു കാര്യം സമയം, ഇത് എപ്പോഴാണ് ഈ വേദന വരിക. ഇപ്പം മിക്ക സൈനസ് റിലേറ്റഡ് ഹെഡേക്സ് ഒക്കെ ഒരുവിധം കൂടുതലും, എല്ലാമല്ല, കൂടുതലും നമ്മൾ രാവിലെയാണ് കാണുക, മോർണിംഗ് അവേഴ്സ്. അതായത് കിടന്ന് ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മൾ കിടക്കുന്നല്ലേ, അപ്പോൾ നമ്മുടെ ഗ്രാവിറ്റി കൊണ്ടുണ്ടാകുന്ന ഡ്രെയിനേജ് ഒന്നും വരുന്നില്ല. അപ്പോൾ ഈ സൈനസിലൊക്കെ ഈ കഫം കെട്ടിക്കിടന്നിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോഴാണ് ഇത് മാനിഫെസ്റ്റ് ചെയ്യുക. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞങ്ങളുടെ ജോലിയെല്ലാം ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും ഈ പറഞ്ഞ ചെറിയൊരു ഒന്നാമതേ നമ്മുടെ നടക്കും. അതായത് എക്സസൈസാണ് ഏറ്റവും ബെസ്റ്റ് ഡീകൺജസ്റ്റൻറ്റ്. നമ്മളിപ്പോൾ എക്സസൈസ് ചെയ്യുമ്പോൾ ഒരു വെൽബീങ് ഉണ്ടാവും നമുക്ക്. അത് എക്സസൈസ് എ ഗുഡ് ഡീകൺജസ്റ്റൻറ്റ്. അപ്പോൾ കുറച്ച് ജോലിയൊക്കെ ചെയ്ത് നടന്നു തുടങ്ങുമ്പം ഒരു നാച്ചുറലായിട്ട് ചെറിയൊരു ഡീകൺജഷൻ ഉണ്ടാവും. അപ്പോൾ ഈ കെട്ടിക്കിടക്കുന്ന സെക്രീഷൻസൊക്കെ ശകലം റിലീസ് വരും. അപ്പം ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് പതുക്കെ അത് കുറഞ്ഞു വരും. അങ്ങനെയാണ് ആ തലവേദനയുടെ പാറ്റേൺ അനുസരിച്ച് നമുക്ക് ഒരു ഐഡിയ കിട്ടും. നോട്ട് ഓൾവേസ്, പക്ഷേ ജനറലി. പക്ഷേ ഡോക്ടർ, ചിലർ ഇങ്ങനെ ദീർഘദൂര യാത്രയൊക്കെ പോകുമ്പോൾ ഭക്ഷണമൊക്കെ ആണെങ്കിലും മാറിക്കഴിക്കും, വെയിൽ കൊള്ളും, അങ്ങനെയൊക്കെ ഒപ്പം വല്ലാത്ത തലവേദന പറയുമ്പോൾ ഈ കാരണത്താലാണ് എന്ന് പലപ്പോഴും സംശയം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതും ഒരു ലക്ഷണമാണോ? അത് കുറേയും കൂടെ ഇപ്പോൾ നമ്മളങ്ങനെ കേൾക്കുമ്പോൾ കൂടെ ഈ മൂക്കിൻ്റെ സിംറ്റംസ് ഒന്നും ഇല്ലെങ്കിൽ യു ഹാവ് ടു തിങ്ക് ഓഫ് അതർ കോസസ് ഓഫ് ഹെഡേക്ക്. അത് കോമൺ ആയിട്ട് പറഞ്ഞാൽ ഈ പറഞ്ഞ മൈഗ്രെയിൻ, അതായത് ഒന്ന് മൈഗ്രെയിൻ്റെ അതിനും ട്രിഗർ ഫാക്ടേഴ്സൊക്കെ ഉണ്ട്. ഒന്ന് ഈ പറഞ്ഞ യാത്ര, ചിലപ്പോൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മര്യാദക്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല, അതായിരിക്കാം. പിന്നെ വെയിൽ, പിന്നെ ചിലപ്പോൾ ഉറക്കം ഒഴിയേണ്ടി വരും. ഇതൊക്കെയാണ്. അപ്പോൾ ഈ പറഞ്ഞ സിംറ്റംസ് ഒക്കെ മോർ ഇൻ ഫേവർ ഓഫ് ഇത്. പിന്നെ രണ്ടും കോയിൻസൈഡ്, രണ്ടും ഒരുമിച്ചും വരാം, പക്ഷേ മോർ ഇൻ ഫേവർ ഓഫ് മൈഗ്രെയിൻ എന്ന് പറഞ്ഞാൽ. ഡോക്ടർ, നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള കൂടി. ഡോക്ടർ ലൈവ് തുടരുന്നു. ഇപ്പം മൂക്കിൻ്റെ ധർമ്മത്തിനെ കുറിച്ച് പറഞ്ഞു, ഫങ്ഷൻസ് പറഞ്ഞു, അസുഖങ്ങൾ പറഞ്ഞു. ഇപ്പം സൈനസൈറ്റിസ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അഥവാ മൂക്കിൻ്റെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ട്രീറ്റ്മെൻറ്റ്സ് ആണല്ലോ ഇനി അടുത്ത പടി. എന്തെല്ലാം തരത്തിലുള്ള ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ മൂക്കിൽ? ട്രീറ്റ്മെൻറ്റിന് മുമ്പേ ഡയഗ്നോസിസ് ആണ്, എക്സാമിനേഷൻ ആൻഡ് ഡയഗ്നോസിസ്. അപ്പോൾ പണ്ടത്തെ കാലമാണെങ്കിൽ ഒരു പേഷ്യൻ്റ് വരുമ്പോൾ നമുക്ക് ലൈറ്റ് ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ കണ്ണുകൊണ്ട് കാണാവുന്ന ഭാഗങ്ങൾ നോക്കുന്നു, പിന്നെ അതുകൊണ്ടൊരു അസസ്മെൻ്റ് ഉണ്ടാക്കുന്നു. പക്ഷേ ഈ ടെക്നോളജി ഇത്രയും പുരോഗമിച്ചതിന് ശേഷം ഇപ്പം വി ഹാവ് ഒരു എൻഡോസ്കോപ്പ് എന്ന് പറഞ്ഞൊരു മാജിക്കൽ ഒരു എക്യുപ്മെൻ്റ് വന്നു, വിച്ച് ഹസ് ചേഞ്ച് ENT തന്നെ ഇറ്റ് ഹസ് ചേഞ്ച് ടേൺഡ് ഓവർ. ഈ ഒരു എൻഡോസ്കോപ്പ് വന്നതിന് ശേഷം അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ സൈനസ് മൂക്കിലേക്ക് ഡ്രെയിൻ ചെയ്യുന്ന ഏരിയാസ് എന്ന് പറഞ്ഞില്ലേ, ഡയറക്റ്റായിട്ട് അതിലേക്ക് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കൊരു ഡയറക്റ്റ് എവിഡൻസ് ഉണ്ട് നമ്മുടെ മുമ്പിൽ. ഒന്ന് നേരിട്ട് കാണാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ എനാറ്റമിക്കൽ, നമ്മൾ ജന്മനായുള്ള പല എനാറ്റമിക്കൽ വേരിയേഷൻസ് നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. പിന്നെ എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടോ, അതായത് എന്തെങ്കിലും പോളിപ്സ് ഉണ്ടോ, ഇതൊക്കെ നമുക്ക് നേരിട്ട് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റും. അതൊന്ന്. അപ്പം ആദ്യം ക്ലിനിക്കൽ എക്സാമിൻ ഹിസ്റ്ററി, ആദ്യം നമ്മൾ സിംറ്റംസ് ചോദിക്കുന്നു, പിന്നെ നമ്മൾ എക്സാമിൻ ചെയ്യുന്നു, അതിന് പുറമേ നാം എൻഡോസ്കോപ്പി ചെയ്യുന്നു. ഇത് മൂന്ന് നമ്മൾ കോറിലേറ്റ് ചെയ്തിട്ടാണ് ഒരു ഡയഗ്നോസിസിലേക്ക് എത്താൻ. എന്നിട്ടും സംശയം ഉണ്ടെങ്കിൽ യു ഓൾസോ ഹാവ് റേഡിയോളജിക്കൽ ഡയഗ്നോസിസ്. ഇപ്പോൾ CT സ്കാൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ സൈനസസിൻ്റെ അകം വരെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം 2 മില്ലിമീറ്റർ ഇടവിട്ടിട്ട് വരെ സ്കാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു സൈനസ് എനാറ്റമി ആൻഡ് അതിൻ്റെ പ്രസൻറ്റ് കണ്ടീഷൻ നമുക്ക് അറിയാൻ പറ്റും. ഇത്രയും ചെയ്യുമ്പോൾ നമുക്കൊരു ഡയഗ്നോസിസ് കിട്ടും. എന്നിട്ട് ഈ ഡയഗ്നോസിസ് അനുസരിച്ചാണ് പിന്നെ ട്രീറ്റ്മെൻറ്റ് വരുന്നത്. അപ്പം സൈനസൈറ്റിസ് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു കാര്യം, പോളിപ്പുകളാണെങ്കിൽ, അപ്പോൾ പോളിപ്പ് ഉണ്ടെങ്കിൽ എന്താ ചെയ്യുക നമ്മൾ? പോളിപ്പും ഇപ്പോൾ ഏർലി പോളിപ്പോസ്, അതായത് വളരെ നേരത്തെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയാൽ, നമ്മുടെ കേരളത്തിലിപ്പം ഹെൽത്ത് അവയർനെസ് അത്ര വളരെ ഹൈ ആയതുകൊണ്ട് പലപ്പോഴും നമുക്ക് നേരിട്ട് വളരെ ഏർലി സ്റ്റേജിൽ അത് കണ്ടുപിടിക്കാൻ പറ്റും. അത് എൻഡോസ്കോപ്പിയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അത് കണ്ടുപിടിച്ചാൽ അവിടെയും മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിനൊരു റോളുണ്ട്. അതായത് ആ പേഷ്യൻറ്റിൻ്റെ ഏജും വേറെ വല്ല കോമോർബിഡിറ്റീസ്, വല്ല ഷുഗർ ഓപ്പറേഷൻ, അങ്ങനെ എന്തെങ്കിലും അതനുസരിച്ച് നമുക്ക് ഒരു മെഡിക്കൽ റെജിമെൻ ഉണ്ട്. അത് ഫെയിൽ ചെയ്താൽ മാത്രമേ, അത് നടന്നില്ലെങ്കിൽ മാത്രമേ പിന്നെ നമ്മൾ ഒരു സർജിക്കലിലേക്ക് പോകുന്നുള്ളൂ, ഈവൺ ഇൻ കേസ് ഓഫ് ഏർലി പോളിപ്സ്. അതെ. ഓക്കെ. ഇനിയിപ്പം സൈനസൈറ്റിസ് ആണെന്ന് കണ്ടുപിടിച്ചു,
അതെങ്ങനെയാണ് ട്രീറ്റ്മെന്റ്? സൈനസൈറ്റിസും ഇപ്പം 2 തരത്തിലുള്ള സൈനസ് ഉണ്ട്, എക്യൂട്ട് ആൻഡ് ക്രോണിക്. എക്യൂട്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാകുന്ന ഇത്, അത് മാത്രമല്ല അതിൻ്റെ കൂടെ തലവേദന ഉണ്ടാവും, പനി ഉണ്ടാവും, ശരീരം വേദന ഉണ്ടാവും. നമ്മൾ ഈ പറഞ്ഞ മഴ തട്ടിയിട്ട് ഇപ്പോൾ പറഞ്ഞില്ലേ കിടന്നു പോകുന്ന, അതാണ് ഈ എക്യൂട്ട് സൈനസൈറ്റിസ്. അത് ഡെഫിനിഷൻ പ്രകാരം ഒരു 4 to 12 വീക്സിനകം അത് റിസോൾവ് ചെയ്യണം, കംപ്ലീറ്റ് ആയിട്ട് മാറണം. ഒരു 12 ആഴ്ചക്ക് കൂടുതൽ അത് നിലനിന്നാൽ പിന്നെ രണ്ടാമത്തെ എൻറ്റിറ്റി, അതായത് ക്രോണിക് സൈനസൈറ്റിസ്. അപ്പോൾ അതാണെങ്കിൽ ഇതുപോലെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം, എന്തുകൊണ്ടാണ് ഈ അക്യൂട്ട് അത് ക്രോണിക്കായി മാറി എന്നുള്ളത്. അതിന് അണ്ടർലൈങ് ആയിട്ട് വല്ല കാരണം ഉണ്ടാകും. അത് എഗൻ ഇതുപോലെ അലർജി, അൺട്രീറ്റഡ് അലർജി നമ്മൾ ശരിക്കും അത് ട്രീറ്റ് ചെയ്തിട്ടുണ്ടോ, 2 ആ ഒറിജിനൽ ഇൻഫെക്ഷൻ ശരിക്കും കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ, പിന്നെ 3ാമതാണ് ഈ പറഞ്ഞ എന്തെങ്കിലും സ്ട്രക്ചറൽ വേരിയേഷൻ, അതായത് അനാറ്റമിക്കൽ വേരിയേഷനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോളിപ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ. ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞ ഇൻവെസ്റ്റിഗേഷൻസിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നീടാണ് ശസ്ത്രക്രിയയിലേക്കൊക്കെ പോകുന്നത്. പിന്നീടാണ് ശസ്ത്രക്രിയ, അതായത് സൈനസൈറ്റിസ് നോട്ട് റെസ്പോണ്ടിങ് ടു മെഡിക്കൽ മാനേജ്മെൻറ്റ്. അപ്പോഴാണ് നമ്മൾ അത് വിത്ത് എവിഡൻസ് ഓഫ് ഈ എൻഡോസ്കോപ്പിക് ആൻഡ് പ്രിഫറബിളി ഒരു CT സ്കാൻ ഇവാലുവേഷൻ കഴിഞ്ഞിട്ടാണ് ശസ്ത്രക്രിയയിലേക്ക് പോകുന്നത്. ഡോക്ടർ, നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചു. താങ്ക് യു. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.